രാജസ്ഥാൻ സഞ്ജുവിന് ശരിക്കും മടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാന പോയിന്റ്. ഫാൻ ബേസ് നോക്കുമ്പോൾ സഞ്ജു ഒരുപക്ഷെ ഈ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പവും അതുപോലെ വിരാട് കോഹ്ലിക്കൊപ്പവും രോഹിത് ശർമ്മയ്ക്കൊപ്പവും ഒക്കെ നിൽക്കുന്ന താരമാണ്. ധോണിയുടെ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതെ അതെ. കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ നമുക്കറിയാം രാജസ്ഥാനും അതുപോലെ സഞ്ജുവുമായുള്ള ബന്ധം ഒരുപാട് വഷളായതുപോലെ നമുക്ക് തോന്നി. ഞാൻ ആ മത്സരം ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഫുൾ എല്ലാവരും സഞ്ജു 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 വിളികളാണ്. സഞ്ജു ഒരുപക്ഷെ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ടീമിന്റെ അകത്ത് റിയാൻ പരാഗാണ് സഞ്ജുവിനേക്കാൾ പ്രാധാന്യം രൂപത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. ഋതുരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഋതുരാജ് അവിടെ ഉണ്ടുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല, മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ജു സാംസനെ പുതിയ ക്യാപ്റ്റനായി ചെന്നൈ സൂപ്പർ കിങ്സ് സർപ്രൈസ് ആയിട്ട് അവതരിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഞ്ജു സാംസൺ, മലയാളി താരം, രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു സാംസൺ അടുത്ത IPL സീസണിൽ ഏത് ടീമിലേക്കാവും പോവുക എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഊഹാപോഹങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. സഞ്ജു കൊൽക്കത്തയിലേക്ക് പോകുമോ അല്ലെങ്കിൽ സഞ്ജു ചെന്നൈയിലേക്ക് പോകുമോ എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂരുണ്ട്. അപ്പോൾ ജയേഷ്, എന്താണ് സഞ്ജുവിന്റെ ഭാവി എന്തായിരിക്കും അടുത്ത IPL? രാജസ്ഥാൻ സഞ്ജുവിന് ശരിക്കും മടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാന പോയിന്റ്. രാജസ്ഥാനിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണെന്ന് സഞ്ജു മാനേജ്മെന്റിനെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ടീമുകളാണ് പ്രധാനമായിട്ടും സഞ്ജുവിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒന്ന് MSK നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും. അതിൽ ചെന്നൈക്കാണ് സഞ്ജുവിനെ കൂടുതൽ ആവശ്യമുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് പ്രധാന കാരണം, അവർക്കൊരു ഐക്കൺ താരം എന്നുള്ള രീതിയിൽ അവർക്കൊരു താരം വേണം എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് MS ധോണി ഈ സീസൺ, വരാനിരിക്കുന്ന സീസൺ മുഴുവൻ മത്സരവും കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കിയത്തോളം ചെപ്പോക്കിലൊരു ഹോം മത്സരം കളിച്ചുകൊണ്ട് ധോണി പൊടുന്നതിന്റെ ഒരു വിരമിക്കൽ. ധോണിയുടെ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അദ്ദേഹം ഫുൾ സീസൺ കളിച്ചേക്കും. അത് കഴിഞ്ഞ് ടെസ്റ്റ് സീരീസിൽ 2013-14 ആ സമയത്ത് ടെസ്റ്റ് സീരീസിൽ പെട്ടെന്ന് വിരമിക്കും. അതെ അതെ, ഞാൻ വിരമിച്ചതായി മനസ്സിലാക്കിക്കൊള്ളുക എന്നൊരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. അപ്പൊ അതുകൊണ്ട് ധോണിയുടെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കിയ കാലം മിക്കവാറും ചെപ്പോക്കിൽ ആദ്യത്തെ ഒരു ഹോം മത്സരം കളിച്ചുകൊണ്ട് അദ്ദേഹം വിരമിക്കുന്നതായിരിക്കും. എന്നിട്ട് ഋതുരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഋതുരാജ് അവിടെ ഉണ്ടുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല, മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ജു സാംസനെ പുതിയ ക്യാപ്റ്റനായി ചെന്നൈ സൂപ്പർ കിങ്സ് സർപ്രൈസ് ആയിട്ട് അവതരിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് സഞ്ജു പ്രൂവ് ചെയ്ത താരമാണ്. രാജസ്ഥാനെ ഫൈനലിൽ എത്തിച്ചു. അദ്ദേഹം കപ്പ് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും രാജസ്ഥാൻ ഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. ഋതുരാജിനെ മാറ്റിയിട്ട് ക്യാപ്റ്റനായിട്ട് സഞ്ജു വരുമെന്നുള്ള ഫസ്റ്റ് സീസണിൽ തന്നെ വരും എന്നുള്ളതാണ് എന്റെ വരുമെന്നുള്ളതാണ്. കാരണം ചെന്നൈക്ക് അത്തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് ആവശ്യമുണ്ട് ഇപ്പോൾ പെട്ടെന്ന്. ഇതിലെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സഞ്ജുവിന്റെ ഇഷ്ടതാരം രജനികാന്താണ്. സഞ്ജു പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് രജനിയാണ്, രജനിയുടെ മാസ്, ആ തലൈവരുടെ ഒരു മാസ് ഒക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പൊ ജയേഷ് പ്രഖ്യാപിച്ചത് ഒരു മാസ് ചെന്നൈക്ക് വേണ്ട എല്ലാ ഫ്ലേവറും സഞ്ജുവിന്റെ കയ്യിലുണ്ട്. അവസാനം അശ്വിനുമായിട്ടുള്ള അഭിമുഖത്തിൽ തന്നെ ആ ഒരു ഇഷ്ടവും സാധനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ചെന്നൈക്ക് ആവശ്യമുള്ള എല്ലാ ഫ്ലേവറും സഞ്ജുവിന്റെ കയ്യിലുണ്ട്. സഞ്ജുവിനും ചെന്നൈ പോലൊരു ബിഗ് ഫ്രാഞ്ചൈസിയിൽ ഒരു ബിഗ് സ്ലോട്ടിൽ തന്നെ, ഏതെങ്കിലും ഒരു സ്ലോട്ടിലേക്കല്ല, ഒരു ബിഗ് സ്ലോട്ടിൽ തന്നെയാണ് സഞ്ജുവിന് പ്ലേസ് ചെയ്യപ്പെടേണ്ടത്. സഞ്ജു നമുക്കറിയാം ഒരു 4-5 വർഷം, ഇനി അദ്ദേഹത്തിന് 30 വയസ്സ് കഴിഞ്ഞു, 4-5 വർഷമേ കളിക്കുള്ളൂ. ഈ കളിക്കുന്ന കാലത്തോളം ഇനി ഒരു സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കണം. നാഷണൽ ടീമിൽ എത്രത്തോളം, പ്രത്യേകിച്ച് ഇപ്പോൾ T20 മാത്രമേ അദ്ദേഹം സ്ഥിരമായിട്ട് കളിക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ കളിക്കുന്ന കാലത്തോളം ഒരു കംപ്ലീറ്റ് സ്റ്റാർഡത്തോടെ കളിക്കണം. അതിന് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച സ്ലോട്ട് എന്ന് പറയപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ എൻട്രി ആയിട്ട് തന്നെയായിരിക്കും സഞ്ജു വരേണ്ടത് എന്നുള്ളതാണ് ഒരു ഇഷ്ടവും ഒരു ആഗ്രഹമൊക്കെ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് പ്ലേയേഴ്സിന്, അതായത് 18 കോടിയാണ് സഞ്ജുവിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, അതോ അതിൽ കൂടുതലോ നൽകണം സഞ്ജുവിനെ രാജസ്ഥാനിൽ നിന്ന് വാങ്ങാൻ. അപ്പോൾ രാജസ്ഥാൻ ഡിമാൻഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന രണ്ട് പ്ലേയേഴ്സിനെ ആയിരുന്നു. അതായത് പണത്തിന് സഞ്ജുവിനെ തരാം, പകരം 2 പ്ലേയേഴ്സ്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതല്ല, പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രവീന്ദ്ര ജഡേജയും ഒപ്പം തന്നെ ഋതുരാജ് ഗെയ്ക്വാദിനെയുമാണ്. അവരുടെ ക്യാപ്റ്റനെയും കൂടിയാണ്
ചോദിച്ച് എന്നുള്ള രീതിയിലൊക്കെ. രവീന്ദ്ര ജഡേജ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാരണം അവരുടെ ഒരു ഏറ്റവും കഴിഞ്ഞ ഒരുപാട് സീസണുകളായി റെയ്നയ്ക്ക് ശേഷം അവരുടെ ഒരു ചിഹ്നത്തലയാണ്. റെയ്നയ്ക്ക് ശേഷമുള്ള അവരുടെ ഒരു ചിഹ്നത്തലയാണ്. മാത്രമല്ല ചെന്നൈ കപ്പടിച്ച നിർണായകമായ ഒരു ബൗണ്ടറി ഒക്കെ അടിച്ച് ഒരു ഹീറോയിക് പെർഫോമൻസ് എപ്പോഴും. മാത്രമല്ല ഇടക്ക് മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം അവർ ക്യാപ്റ്റനായി കരുതിയിരുന്നു അദ്ദേഹം കളിച്ചു. പാതി വഴിയിൽ സമ്മർദ്ദം കാരണം അദ്ദേഹം മടങ്ങേണ്ടി വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ജഡേജയ്ക്കും തോന്നിയാലോ ഇനിയൊരു ചേഞ്ചിനെ കുറിച്ച് അത്തരത്തിലുള്ളൊരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് താരങ്ങളെ കൊടുത്തിട്ടുള്ള ഒരു ട്രേഡാണ് രാജസ്ഥാൻ ആവശ്യപ്പെടുന്നത്. അത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതെല്ലാം അല്ലെങ്കിൽ പോലും പണം കൊടുത്ത് 18 കോടി കൊടുത്ത് രവീന്ദ്ര ജഡേജ ഓർ ശിവൻ ദൂബെയും അവര് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണം കൊടുത്ത് വാങ്ങുന്നതായിരിക്കും കുറച്ചധികം നല്ലതെന്ന് തോന്നുന്നു. സഞ്ജുവിനെ ഫ്രീ ട്രേഡ് ആയിട്ട് ലേലത്തിൽ വെക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 25 കോടിക്ക് മുകളിൽ സുഖമായിട്ട് കപ്പാസിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ് സഞ്ജു സാംസൺ. MSK എന്താണ് കരുതുന്നത്? സഞ്ജു എങ്ങോട്ടായിരിക്കും? കൊൽക്കത്തയിലേക്കോ ചെന്നൈയിലേക്കോ അതോ വേറെ ഏതെങ്കിലും ടീമിലേക്കും പോകാൻ സാധ്യതയുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജുവിന്റെ മനസ്സും ഒരുപക്ഷെ CSK ഒപ്പമായിരിക്കും. കാരണം സഞ്ജു ഒരുപാട് പ്രാവശ്യം അശ്വിനുമായിട്ടുള്ള അഭിമുഖത്തിൽ മാത്രമല്ല പല സമയത്തും ചെന്നൈയുമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ CSKയിലേക്ക് പോകും എന്ന രീതിയിൽ തന്നെയാണ് സഞ്ജുവിന്റെ മനസ്സ് ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം CSKയിലേക്ക് പോവുകയാണെങ്കിൽ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനിക്ക് തോന്നുന്നില്ല. ഋതുരാജ് ഗെയ്ക്വാദ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് പരിക്കായത് കൊണ്ടാണ് അദ്ദേഹം ക്യാപ്റ്റൻസി ധോണിയുടെ തലയിൽ തന്നെ കൊടുത്തത്. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ധോണി പകരക്കാരൻ നായകനായിരുന്നു. അപ്പം ഈ സീസണിലേക്ക് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ഋതുരാജ് ഗെയ്ക്വാദിനെ മാറ്റി സഞ്ജുവിന് ക്യാപ്റ്റൻസി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അങ്ങനെ ഒരു തീരുമാനം CSK നടത്തുമെന്ന് തോന്നുന്നില്ല. ഋതുരാജ് തന്നെയായിരിക്കും ക്യാപ്റ്റൻ. പക്ഷേ CSKയിലേക്ക് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും CSKയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്റ്റാർ പരിവേഷം തീർച്ചയായിട്ടും. കാരണം ധോണിക്ക് ശേഷം ഇദ്ദേഹമാണ്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഈ ഫാൻസിന്റെ ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അതിഭീകരമാണ്. അത് ഏത് സ്പോർട്ട് ആയിക്കോട്ടെ. അതിൽ തന്നെ ഇപ്പോൾ സഞ്ജുവിന് രാജസ്ഥാന് സൗത്ത് ഇന്ത്യയിലൊക്കെ വലിയ രീതിയിൽ ഫാൻസ് ഉണ്ടാകുന്നതിൽ പ്രധാന കാരണം സഞ്ജു സാംസൺ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലല്ലോ. പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളും ട്രോളുകളൊക്കെ ഒരുപാട് അവരിടുന്നുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുമ്പോൾ. ചെന്നൈ ഫാൻസ് എന്ന് പറയുന്നത് അവരുടെ വിസിലടി എന്നൊക്കെ പറയുന്നത് ഒരു വേറെ തന്നെ വികാരമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫാൻ സപ്പോർട്ടും തീർച്ചയായിട്ടും സഞ്ജു എവിടെ പോയാലും ഫാൻസ് ഉണ്ടാവും. പക്ഷേ ചെന്നൈയിലേക്ക് വരുമ്പോൾ കുറച്ചധികം സപ്പോർട്ട് ആ ഭാഗത്ത് നിന്ന് കൂടി കിട്ടും എന്നുള്ളത് ഒരു പ്രധാന കാരണം തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഫാൻ ബേസ് നോക്കുമ്പോൾ സഞ്ജു ഒരുപക്ഷെ ഈ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പവും അതുപോലെ വിരാട് കോഹ്ലിക്കൊപ്പവും രോഹിത് ശർമ്മയ്ക്കൊപ്പവും ഒക്കെ നിൽക്കുന്ന താരമാണ്. ഇവരുടെ അത്രയൊന്നും അന്താരാഷ്ട്ര മത്സരങ്ങൾ സഞ്ജു കളിച്ചിട്ടില്ല. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സഞ്ജു അയർലാൻഡിൽ ഒരു കളിക്കാൻ പോയ സമയത്ത് അവിടെ മലയാളി കൂട്ടം സഞ്ജുവിനെ തിരിച്ചറിയുന്നു, അദ്ദേഹത്തിന് വേണ്ടി ആരവങ്ങൾ മുഴക്കുന്നു. അങ്ങ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ, വെസ്റ്റ് ഇൻഡീസിൽ, അവിടെയും അദ്ദേഹത്തിന് ആരാധകർ സ്വീകരണം ഒരുക്കുന്നു. അത് മാത്രമല്ല സഞ്ജു കളിക്കാതിരുന്ന ഒരു സമയത്ത് എനിക്കൊന്ന് ജയേഷുമായിട്ടുള്ള അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറുടെ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ കേരളത്തിൽ സഞ്ജു കളിക്കാത്തൊരു മത്സരത്തിന്റെ സമയത്ത് ഈ കാണികൾ ആരവത്തോടു കൂടി തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ സമയത്ത് ആ ഒരു മത്സരത്തിന്റെ സമയത്ത് ആരവം മുഴക്കിയത് ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ സമയത്ത് നമുക്കറിയാം കോച്ചായിട്ടുള്ള രവിശാസ്ത്രി സഞ്ജുവിനെ ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് കാണിച്ച രംഗങ്ങൾ ഓർമ്മയില്ലേ? സഞ്ജു പറയാണ്, അതായത് നമ്മുടെ സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി ആണല്ലോ ഇട്ടിട്ടുള്ളത്, പരിശീലന ജേഴ്സി ആണെങ്കിൽ പോലും. അപ്പൊ അതിനകത്ത് ചെസ്റ്റിലെ ലോഗോയിൽ കൈവച്ച് സഞ്ജു പറയാണ്, ടീമിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി കൈയടിക്കൂ, എനിക്ക് വേണ്ടി കൈയടിക്കരുത്. കാരണം അത്രമാത്രം സഞ്ജു, ഞാൻ ആ മത്സരം ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഫുൾ എല്ലാവരും സഞ്ജു 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 വിളികളാണ്. അപ്പോൾ സഞ്ജു എവിടെ പോയാലും, ഇപ്പോൾ തിരുവനന്തപുരത്തായാലും ട്രിനിഡാഡിലായാലും. ആ സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സൂര്യകുമാർ യാദവ് ടീമിന്റെ ബസ്സിൽ നിന്നും സഞ്ജു വീഡിയോ കോൾ ചെയ്ത് ഫാൻസിനെ കാണിച്ചൊരു സാധനം, ടീം ഇറങ്ങിയ സമയത്തുള്ള. ആ സമയത്ത് സഞ്ജു ഇന്ത്യൻ ടീമിൽ അംഗമേ ആയിരുന്നു, സജീവ അംഗമേ ആയിരുന്നു. അല്ല. പക്ഷെ എന്നാൽ പോലും സഞ്ജുവിന് അത്തരത്തിലുള്ള, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തായാലും ട്രിനിഡാഡിലായാലും സഞ്ജുവിന് ഫാൻസ് ഉണ്ട്. അത് ചെന്നൈയിലേക്ക് വരുമ്പോൾ ഡൈഹാർഡ് ഫാൻസായി മാറും എന്നുള്ളത് തീർച്ചയായിട്ടും ഏതൊരു പ്ലെയറും ആഗ്രഹിക്കുന്നതാണ്. ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഫാൻസ് എന്ന് പറയുന്നത്, അത് ചെന്നൈ ഫാൻസ് അത് ആവോളം അവരുടെ പ്ലെയേഴ്സിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വികാരം നോക്കുമ്പോൾ, അപ്പോൾ CSKയെ സംബന്ധിച്ചിടത്തോളം സഞ്ജു വരുന്നത് ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ സഞ്ജുവിന് വേണ്ടി അവർ ചോദിക്കുന്നത്, രാജസ്ഥാൻ ചോദിക്കുന്നത് രവീന്ദ്ര ജഡേജ പോലത്തെ ഒരു ഐക്കൺ പ്ലെയറെയാണ്. അത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായിട്ട് CSKയുടെ ഐക്കൺ താരമായിരുന്ന രവീന്ദ്ര ജഡേജയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നടക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു ഡീൽ CSK അതിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിന് വേണ്ടി ഫസ്റ്റ് എത്തിപ്പെടുക തീർച്ചയായും കൊൽക്കത്ത ടീമിനായിരിക്കും. അല്ല, അവർക്ക് ഇപ്പോൾ CSK ഒരു ഓപ്ഷൻ ഉള്ളത്, അതായത് രാജസ്ഥാൻ ആവശ്യപ്പെടുന്നത് 2 പ്ലെയേഴ്സ് അല്ലെങ്കിൽ
സഞ്ജുവിന്റെ ട്രേഡ് തുകയാണല്ലോ. 18 കോടിക്കാണ് രാജസ്ഥാൻ സഞ്ജു സാംസനെ നിലനിർത്തിയത്. അതിൽ കൂടുതലുള്ളൊരു തുക കൊടുത്തുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് വാങ്ങിക്കാവുന്ന സാഹചര്യമേ ഉള്ളൂ. അതല്ലാതെ ലേലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വലിയ തുക എന്തായാലും അത് പോകേണ്ടി വരും. കാരണം തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 20+ CR ഷുവർ ഷോട്ട് ലേലത്തിന് പോവുകയാണെങ്കിൽ 1-2 ടീമുകളെങ്കിലും സഞ്ജുവിനെ രംഗത്ത് വരും. ലേലത്തിന് മുമ്പ് തന്നെ സഞ്ജു CSK പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഡീല് കറക്റ്റ് CSK വിചാരിച്ച വഴിക്ക്. അതെ. ഒപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിന് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ടുണ്ട്. ശ്രേയസ് അയ്യർ പോയ ഗ്യാപ്പിൽ അവർക്ക് ഒരു ക്യാപ്റ്റനെ വേണം. അവിടെയും സഞ്ജുവിനെ കാണുന്നത് ഒരു വെടിക്കെട്ട് താരം എന്നതിനേക്കാൾ ഉപരി വിക്കറ്റ് കീപ്പർ എന്നുള്ള ഉപരി നല്ല ക്യാപ്റ്റൻസി റെക്കോർഡുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റനെ കൂടി അവർക്ക് വേണം എന്നുള്ളത് ആണ് കൊൽക്കത്തയെ കൂടി ഈ കാര്യത്തിൽ കണ്ണുവെക്കുന്നത്. ശ്രേയസ് അയ്യർ പോയതോടുകൂടി കൊൽക്കത്തയുടെ ഈ ക്യാപ്റ്റൻസി ഈ കഴിഞ്ഞ സീസണിൽ അജിങ്ക്യ രഹാനെയാണ് ക്യാപ്റ്റനായിരുന്നു. പക്ഷെ ആ ഒരു എന്താ പറയുക, അജിങ്ക്യ രഹാനെ വെറ്ററൻ താരമാണ്. അവർ അധികകാലം രഹാനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റില് ഈ ഫാൻസിന്റെ ഡിമാൻഡ്സിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ടീം പോലെ തന്നെ പോലെയല്ല ഇത് വരുമ്പോൾ വേറൊരു ലെവൽ വികാരമാണ്. ഫാൻസിന്റെ ഡിമാൻഡ്സ് തീർച്ചയായിട്ടും ഫ്രാഞ്ചൈസികൾ അംഗീകരിക്കും. അപ്പോൾ രഹാനേക്കാൾ കുറച്ചധികം നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏജിന്റെ കാര്യത്തിൽ മാത്രമല്ല, രഹാനേക്കാൾ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാൻസിന് വേണ്ടിയിട്ട് ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ട് സഞ്ജു സാംസൺ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ നമുക്കറിയാം രാജസ്ഥാനും അതുപോലെ സഞ്ജുവുമായുള്ള ബന്ധം ഒരുപാട് വഷളായതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ടീം മീറ്റിംഗിൽ കഴിഞ്ഞ സീസണിൽ സഞ്ജു പരിക്ക് കാരണം പല മത്സരങ്ങളിലും കളിച്ചിരുന്നില്ല. ആ സമയത്ത് റിയാൻ പരാഗ് എന്ന താരമായിരുന്നു അവരുടെ ക്യാപ്റ്റനായിരുന്നത്. പല മത്സരത്തിലും സഞ്ജുവും കോച്ചായ രാഹുൽ ദ്രാവിഡും തമ്മിൽ അകൽച്ചയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്കത് തോന്നിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന്റെ മീറ്റിംഗിൽ മറ്റുള്ളവരൊക്കെയും കൂടിയാലോചനകൾ നടത്തുമ്പോൾ സഞ്ജു മാത്രം അങ്ങ് ദൂരെ നടന്നു പോകുന്ന ഒരു വിഷ്വലൊക്കെ ആ സമയത്ത് വളരെ രീതിയിൽ ചർച്ചയായിരുന്നു. രാജസ്ഥാനുമായുള്ള ഒരു ബന്ധം നമുക്കറിയാം രാജസ്ഥാൻ ടീമിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള താരമാണ് സഞ്ജു. പക്ഷേ കഴിഞ്ഞ സീസണിൽ സംഗക്കര കോച്ചായിരുന്ന സമയത്ത് സഞ്ജു സംഗക്കര ആ ഒരു കോംബോ വളരെ പ്രധാനമായിരുന്നു. കഴിഞ്ഞ 3 സീസണുകളിലും നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഹുൽ ദ്രാവിഡ് കോച്ചായതിനു ശേഷം ഒരുപക്ഷെ സഞ്ജുവിന്റെ മെൻഡറാണ് രാഹുൽ ദ്രാവിഡ്. നമുക്കറിയാം സഞ്ജുവിനെ രാജസ്ഥാനിലേക്ക് എത്തിച്ചതും അദ്ദേഹമാണെന്ന് നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ ആ ഒരു ബന്ധം ഒരുപാട് വഷളായതുപോലെയൊക്കെയുള്ള ചർച്ചകൾ. അതിലെ പ്രധാനപ്പെട്ട ഒരു സാധനം സഞ്ജുവിന്റെ സ്ലോട്ട് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സഞ്ജു ഇന്ത്യൻ ടീം കളിക്കുന്നത് ഓപ്പണിംഗ് സ്ലോട്ടിലാണ്. ഓപ്പണിംഗ് സ്ലോട്ട് തന്നെയാണ് സഞ്ജു ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് പവർ പ്ലേ എല്ലാം കൃത്യമായിട്ട് ബിഗ് ഹിറ്ററാണ്. പവർ പ്ലേ എല്ലാം കൃത്യമായി മുതലാക്കാൻ കഴിവുള്ള താരമാണ് സഞ്ജു. പക്ഷെ സഞ്ജുവിനെ 1 ഡൗൺ പൊസിഷനിലേക്കാണ് കഴിഞ്ഞ സീസണിൽ കളിപ്പിച്ചത്. വൈഭവ് സൂര്യവംശിയും ഒപ്പം തന്നെ യശസ്വി ജയ്സ്വാളുമാണ് ഓപ്പൺ ചെയ്തത്. വൈഭവ് മികച്ച രീതിയിൽ തന്നെ തന്റെ പെർഫോം ചെയ്തുകൊണ്ട് ആ സ്ലോട്ട് തനിക്ക് ചേരും എന്നുള്ളത് തെളിയിച്ചു. അപ്പൊ അതുകൊണ്ട് വേറെ ഓപ്ഷൻ ആയിരുന്നില്ല ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് സഞ്ജുവിന് ഇറങ്ങേണ്ടി വന്നു. ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് 1 ഡൗണിലേക്ക് വരേണ്ടി വന്നു. പക്ഷേ സഞ്ജു ഒരു ബാറ്റർ എന്ന് പ്രത്യേകിച്ച് T20 ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ തയ്യാറാകണം. സഞ്ജു കുറെ കാലം ഓപ്പണറിനേക്കാൾ വൺ ഡൗൺ 4 നമ്പറിലെല്ലാം കളിച്ചിട്ടുണ്ട് സഞ്ജു. പക്ഷെ സഞ്ജുവിന് കുറച്ചുകൂടി പ്രിഫർ ആയിട്ടുള്ള ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്ലോട്ടാണ്. അപ്പൊ അത് മാറിയത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളും സഞ്ജുവിനുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല റിയാൻ പരാഗിനെ അവർ ഒരുപാട് ഉയർത്തിക്കാട്ടുകയാണ്. സഞ്ജു ഒരുപക്ഷെ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ടീമിന്റെ അകത്ത് റിയാൻ പരാഗാണ് സഞ്ജുവിനേക്കാൾ പ്രാധാന്യം എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കിയത് യശസ്വി ജയ്സ്വാളിനെ പോലുള്ള മികച്ച താരം അവരുടെ കൂടെ ഉണ്ട്. പക്ഷേ ജയ്സ്വാളിനെ ക്യാപ്റ്റനാക്കാതെ, കാരണം ജയ്സ്വാൾ ഇന്ത്യൻ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്, ജയ്സ്വാളിന് ക്യാപ്റ്റൻസി നൽകാതെ റിയാൻ പരാഗിന് ക്യാപ്റ്റൻസി കൊടുക്കുന്നു. അതുപോലെ സഞ്ജു ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു താരമായിരുന്നു, നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട താരമായിരുന്നു ജോസ് ബട്ട്ലർ, ഇംഗ്ലണ്ടിന്റെ ജോസ് ബട്ട്ലർ. അപ്പൊ ജോസ് ബട്ട്ലർ ആയിരുന്നു അതിന് മുമ്പത്തെ സീസണിലൊക്കെ ഈ രാജസ്ഥാന്റെ കുതിപ്പിന് സഞ്ജുവിനൊപ്പം അങ്ങനെയുള്ള താരങ്ങൾക്കൊപ്പം പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം ഓപ്പണിംഗിൽ ഒരു ഭാഗത്ത് നിന്ന് തോക്കുമെന്ന് ഉറപ്പിച്ച കളികൾ പോലും ഒരുപാട് ജയിപ്പിച്ച ചരിത്രമുണ്ട്. അപ്പം അദ്ദേഹത്തെ നിലനിർത്തണം എന്നൊരു രീതിയിൽ സഞ്ജു ടീമിനോട് പറഞ്ഞിരുന്നെങ്കിലും ടീം അദ്ദേഹത്തെ കൈവിട്ടതും, അത് മാത്രമല്ല പ്രധാനപ്പെട്ട പല താരങ്ങളെയും കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം രവിചന്ദ്ര അശ്വിൻ ഇല്ല, ട്രെന്റ് ബോൾട്ട് ഇല്ല, ജോസ് ബട്ട്ലർ ഇല്ല, യശ്വന്ദ്ര ചാഹൽ ഇല്ല, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. വലിയ വില കൊടുത്തിട്ടാണ് ജുറേൽ അടക്കമുള്ള ഹെഡ്മാൻ അടക്കമുള്ള താരങ്ങളെ നിലനിർത്തിയത്. അവർക്ക് കാര്യമായ സംഭാവന നൽകാൻ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞതുമില്ല എന്നുള്ളതും സഞ്ജുവിന് വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സഞ്ജു ആവശ്യപ്പെട്ട ഒരു ടീമിനെ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ നൽകിയിരുന്നില്ല. പ്രധാനപ്പെട്ട പല താരങ്ങളെയും ഓപ്ഷനിൽ വിട്ടുകൊടുത്ത് അവരെയൊന്നും തിരിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലായിരുന്നു രാജസ്ഥാൻ. ദുർബലമായിരുന്ന ഒരു ടീമായിരുന്നു. അപ്പോൾ അവിടെ നിന്നും കൂടുമാറി സഞ്ജു തീർച്ചയായിട്ടും ഒരു CSKയിലേക്ക് എത്താനാണ് ഒരു 80% സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. CSKയിലേക്ക് എത്തുമെന്ന രീതിയിൽ തന്നെയാണ്
തന്നെയാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായിട്ടും സഞ്ജു, ഞാനും തീർച്ചയായിട്ടും ഒരു വ്യക്തിപരമായ ഒരു ഇഷ്ടം നോക്കുകയാണെങ്കിൽ CSKയിൽ സഞ്ജു കളിക്കട്ടെ. ധോണിയുടെ പിൻഗാമിയായി നമ്മുടെ സഞ്ജു, മലയാളി സഞ്ജു അവിടെയും വെന്നിക്കൊടി വാഴട്ടെ, വെന്നിക്കൊടി പാറിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ഇഷ്ടം. പ്രേക്ഷകർക്ക് സഞ്ജു ഏത് ടീമിൽ കളിക്കണമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലായിരിക്കും സഞ്ജുവിൻ്റെ മുന്നോട്ടുള്ള പ്ലാനുകൾ എന്നുള്ളത് പ്രേക്ഷകർക്കും നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറിനോട് പങ്കുവയ്ക്കാം. നമസ്കാരം. എവിടെയാണെങ്കിലും സഞ്ജു ശോഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.